സ്വകാര്യതയെ ഹനിക്കുന്ന ഒരു കാര്യവും ഏത് നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നാണേലും ഉണ്ടാകാൻ പാടില്ല. അതിലിപ്പോ രഹസ്യം ഉണ്ടെങ്കിൽ ചോർത്തേണ്ട കാര്യമുള്ളൂ. എന്താണെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അവരുടെ പ്രൈവസിയിൽ നമ്മുടെ അതിന്റെ ആവശ്യമുണ്ടോ? സുപ്രീം കോടതി വിധി നല്ല വിധിയാണെന്ന് ഞാൻ പറയും. നമ്മുടെ ഭരണകൂടം എങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യുക, അത്രേ ഉള്ളൂ. അവരുടെ പ്രൈവസിയിൽ നമ്മൾ കൈകടത്തേണ്ട, നമ്മുടെ ഫോൺ നമ്മുടെ ഇരിക്കട്ടെ, അവരുടെ ഫോൺ അവർ നോക്കട്ടെ. ഭാര്യയുടെ അറിവില്ലാതെ ഭർത്താവ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് ശരിയാണോ? തിരിച്ച് ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് ഫോൺ റെക്കോർഡ് ചെയ്യാമോ? ഇതിൽ സ്വകാര്യതയുടെ ലംഘനമില്ലേ? പൊതുജനം സ്പീക്കിംഗ്. വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് ലംഘനം വരുത്തുന്ന ഒരു ഏർപ്പാടാണത്. ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ, അയാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഒരു കാര്യവും ഏത് നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നാണേലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ശരി. കാരണം നമ്മളൊരു ഓരോരോ വ്യക്തികളാണ്, ഓരോരോ മനുഷ്യരും. ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളാണേലും അവരവർ ജീവിക്കുന്ന അവരവരുടെ ജീവിതമാണ്. അപ്പം അവരവരുടെ ഇത് നമ്മൾ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെയും സുഹൃത്ത് ബന്ധങ്ങളെയും ഭാര്യാഭർത്തൃ ബന്ധങ്ങളെയും അച്ഛൻ അമ്മ മക്കൾ എല്ലാ ബന്ധങ്ങളെയും മുച്ചൂടും മുടിച്ചു പോകുന്ന, തകർത്ത് കളയുന്ന ഒരു വിധിന്യായമാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായത്, ഞാനിപ്പോഴാണ് അത് അറിയുന്നത്. ഒരിക്കലും അത് പാടില്ല. ഈ വിധി അങ്ങനെ വന്നിട്ടുണ്ട്, അത് പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിലിപ്പോ രഹസ്യം ഉണ്ടെങ്കിൽ ചോർത്തേണ്ട കാര്യമുള്ളൂ. അതിന് രഹസ്യമില്ലെങ്കിൽ നമുക്ക് ചോർത്തേണ്ട കാര്യമില്ലല്ലോ. അത് കുഴപ്പമില്ല, അങ്ങനെയാ വേണ്ടത്. ശരിക്കും സുപ്രീം കോടതി വിധി നല്ല വിധിയാണെന്ന് ഞാൻ പറയും. അല്ല, രഹസ്യമൊന്നുമില്ലല്ലോ. മനസ്സുകൊണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും, കാരണന്മാർ കല്യാണം കഴിച്ചാലും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ പുരുഷനെ നമ്മൾ ആലോചിക്കാൻ പാടില്ല. തമാശ പറയുന്നത് വേറെ, കാര്യമാക്കാൻ പാടില്ല. പിന്നെ മക്കളോട് സ്നേഹത്തോട് നടത്തി കൊണ്ടുപോകും. ഒരു പരിധി കഴിഞ്ഞാൽ മക്കൾ വീതിയിൽ പോകും. അവരുടെ സ്നേഹത്തിനും അവരുടെ ജീവിതത്തിൽ നമ്മൾ എതിര് നിൽക്കാൻ പാടില്ല. പഠിപ്പിക്കണം, അന്തസ്സായിട്ട് കെട്ടിച്ചു കൊടുക്കണം. അത് നമ്മളുടെ കടമ. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും, അവരൊക്കെ ചെയ്തോളും. പിന്നെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ നോക്കി, നമ്മൾ ഭാര്യയും ഭർത്താവും ജീവിതകാലങ്ങളിൽ സ്നേഹത്തോട് പെരുമാറി പോകണം. അത്രയേ ഉള്ളൂ. ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളവരെ ഒന്ന് വിളിച്ചെന്നിരിക്കും. നമ്മൾ വിളിക്കത്തില്ലേ, പുരുഷന്മാരും വിളിക്കും. സ്ത്രീകൾ മാത്രമല്ല. അപ്പം പിന്നെ അതിനകത്ത് കാര്യമാക്കേണ്ട കാര്യങ്ങളില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. ക്ഷമയുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പരസ്പരം ഒരു ധാരണ, അതിന് ക്ഷമ വേണം ജീവിതത്തിൽ. പുരുഷനായാലും സ്ത്രീ ആയാലും പരസ്പരം ചിലപ്പം തമാശയൊക്കെ പറഞ്ഞിരിക്കും. സർക്കാർ എങ്ങനെ പറയുന്നത് വെച്ചാൽ അതുപോലെ ആനുകൂല്യം ചെയ്യാന്നല്ലാതെ വേറെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കോടതിയല്ലേ, നമുക്ക് തിരികെ ഒന്നും മറുപടി പറയാൻ പറ്റത്തില്ല. ആലോചിച്ചുകൊണ്ടേ പറയാൻ. നമ്മുടെ ഭരണകൂടം എങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ, അവരുടെ പ്രൈവസിയിൽ നമ്മുടെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് അല്ലേ? അവരുടെ പ്രൈവസിയിൽ നമ്മൾ കൈകടത്തേണ്ട, നമ്മുടെ ഫോൺ നമ്മുടെ ഇരിക്കട്ടെ, അവരുടെ ഫോൺ അവർ നോക്കട്ടെ. ആ ജഡ്ജ്മെന്റ് ഒന്നും അറിയാണ്ട് പറയുന്നത് ശരിയല്ല. കാരണം എല്ലാത്തിനും ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രൈവസി റൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പം അതെന്താന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായൊരു പ്രവണതയല്ല. പിന്നെ ഒരുമിച്ചുള്ളവർ, അവർക്ക് രണ്ടുപേരുടെ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. കോടതി വിധി അങ്ങനെ എല്ലാ ഫാമിലിയിലും അങ്ങനെ ആയിരിക്കില്ലല്ലോ. എന്താണെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഫ്രീഡം. അതിലെ ഒരു വയലേഷൻ അല്ലേ ഇത്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.